നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കടയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന റേഷൻ സമ്പ്രദായത്തിൽ അടിമുടി മാറ്റങ്ങളാണ് ഈ 2025 മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വെള്ള, നീല കാർഡുകളുള്ള ആളുകൾക്ക് ഇനി വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ 4 രൂപത്തിലുള്ള റേഷൻ ആൾക്കാരാണ് നമ്മൾ നിലവിലുള്ളത്. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള കാർഡുള്ള ആളുകൾ. അതിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായും ഓരോ കുടുംബത്തിൽ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും എന്ന നിലക്കും, അതുപോലെ തന്നെ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 30 കിലോ അരിയും, വെള്ള, നീല കാർഡുകൾക്ക് ഏകദേശം 2 കിലോ അരിയും എന്നിങ്ങനെയുള്ള രൂപത്തിലാണ് നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇനി വരാൻ പോകുന്നത് റേഷൻ കാർഡുകൾ തന്നെ ഇല്ലാതെ ആവുന്ന അവസ്ഥയിലേക്കാണ്. ഓരോ കാർഡുടമകൾക്കും അവർക്ക് എത്രയാണോ അരി ആനുകൂല്യങ്ങൾ ഉള്ളത് അത് അവരുടെ അക്കൗണ്ടുകളിൽ പണമായി നൽകുകയാണ് ഇനി സർക്കാർ ആലോചിക്കുന്നത്. നമ്മൾ റേഷൻ കാർഡിൽ മസ്റ്റിംഗ് ഒട്ടുമിക്ക ആളുകളും പൂർത്തിയാക്കിയതാണ്. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിലെ ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ റേഷൻ കാർഡ് വിവരങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വെബ് പോർട്ടലാണ് ഇപ്പോൾ രജിസ്റ്റർ ആകുന്നത്. ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇനി നമുക്ക് റേഷൻ സാധനങ്ങൾ മാസം നമുക്ക് വാങ്ങാൻ ചിലപ്പോൾ സാധിക്കുകയില്ല. അതിന് വിപരീതമായി തന്നെ നമ്മൾ അക്കൗണ്ടുകളിൽ പണം എത്തുകയും ആ പണം ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്ന രൂപത്തിലേക്കായിരിക്കും ഇനി എത്തുക. ഇതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ 1-2 റേഷൻ കടകളിൽ 1-2 സംസ്ഥാനങ്ങളിൽ 1-2 താലൂക്കുകളിലെല്ലാം വിജയകരമായിട്ടാണ് സർക്കാർ ഇപ്പോൾ കാണുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഓരോ കാർഡ് ഉടമകൾക്കും എത്രയാണ് അക്കൗണ്ടിൽ പണം വരിക, വെള്ള, നീല കാർഡുകൾക്ക് എങ്ങനെയാണ് ഇത് കണക്കാക്കുക എന്നതിനെല്ലാം കുറിച്ച് വളരെ വിശദമായി വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ചില ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടും ചില ആളുകൾക്ക് ഇത് നല്ലതുമായിരിക്കാം. റേഷൻ സാധനങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. അവർക്കിത് പണമായി ലഭിക്കുന്നതോട് കൂടി തന്നെ അവർക്ക് സാധനങ്ങളും മറ്റും വാങ്ങാൻ സാധിക്കും. എന്നാൽ വർഷങ്ങളായി റേഷൻ സാധനങ്ങൾ മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കാം. ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെ ചില മാസങ്ങൾ ലഭിക്കാതിരിക്കാനും, അതുപോലെ തന്നെ ഗ്യാസിന് സബ്സിഡി നിർത്തലാക്കിയതുപോലെ സബ്സിഡി നിർത്തലാക്കാനും എല്ലാം വരും കാര്യങ്ങൾ സാധ്യതയുണ്ട്. ഏതായാലും ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. ഇനി പുതിയ